ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. ചിറ്റാരിക്കാൽ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ 3 മുതൽ 6 വരെ തീയതികളിലായി പാലാവേൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. 20 വർഷങ്ങൾക്ക് ശേഷമാണ് കർഷക കുടിയേറ്റ ഗ്രാമമായ പാലാവേൽ കൗമാരമേളയ്ക്ക് വേദിയാകുന്നത്. LP, UP, HS, HSS വിഭാഗങ്ങളിലായി 3500 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. 6 വേദികളാണ് മത്സരങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 16 സബ് കമ്മിറ്റികൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. നവംബർ 4 രാവിലെ 11 മണിക്ക് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഈസ്റ്റ് അലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിക്കും. സ്കൂൾ രക്ഷാധികാരി റവറൻ ഫാദർ ജോസ് മാണിക്കത്താഴെ മുഖ്യപ്രഭാഷണം നടത്തും. കൈറ്റ് വെബ്സൈറ്റിന് പുറമെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും മത്സരഫലങ്ങൾ തത്സമയം ലഭ്യമാകും. സൗജന്യ വൈഫൈ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംഘാടക സമിതി ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പളുമായ ഡോക്ടർ മെൻലിൻ മാത്യുവിൻ്റെയും വർക്കിംഗ് ചെയർമാനും സ്കൂൾ PTA പ്രസിഡന്റുമായ സോമി ജോർജിൻ്റെയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റോഷി ജോസ്, ചെയർമാൻ അനീഷ് ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് നടത്തിവരുന്നതെന്ന് ഇന്ന് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലൂടെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ മെൻലിൻ മാത്യു, AEO ജസീന്ത ജോൺ, സ്കൂൾ മാനേജറും രക്ഷാധികാരിയുമായ റവറൻ ഫാദർ ജോസ് മാണിക്കത്താഴെ, PTA പ്രസിഡന്റ് സോമി അറയ്ക്കൽ, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് PC സോഫി, LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗീതമ്മ എന്നിവർ അറിയിച്ചു. ചിറ്റാരിക്കൽ ഉപജില്ല കലാമേള സെൻറ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നവംബർ 3, 4, 5, 6 തീയതികളിൽ വെച്ച് നടക്കപ്പെടുകയാണ്. ഏതാണ്ട് 16ഓളം കമ്മിറ്റികൾ ഇവിടെ ഫോം ചെയ്യുകയും വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങളെല്ലാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പ്രാവശ്യം ഇപ്പോൾ കമ്മിറ്റികളുടെ ഒരു ക്രോഡീകരണം നടന്നു, ഒരു എവാലുവേഷൻ നടന്നു. അപ്പോൾ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ പിഴവുകളെല്ലാം മാറ്റിക്കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് പാലാവേൽ ദേശം അറിയപ്പെടുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കലാമാമാങ്കത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് പാലാവേൽ സെൻറ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെയൊരു ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവം നടക്കപ്പെടുന്നത്. LP മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഏതാണ്ട് 3500 മുതൽ 4000 കുട്ടികൾ വരെ പാർട്ടിസിപ്പേഷൻ ഈ 4 ദിവസങ്ങളായിട്ട് നടക്കപ്പെടുന്നുണ്ട്. ഈ കലോത്സവ നഗരിയിൽ ഒരു ഡിജിറ്റൽ LED സ്ക്രീൻ കുട്ടികളുടെ ഓരോ സ്കൂളിൻ്റെയും പോയിന്റ് നിലവാരം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു LED സ്ക്രീൻ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫൈ സൗജന്യമായിട്ട് കേരള വിഷൻ്റെ ഒരു വൈഫൈ സൗജന്യം 3 സോണുകളിലായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ കലാമേളയോടെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് ഈ റിസൾട്ടാണ്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം പ്രോഗ്രാം കമ്മിറ്റിയിൽ ഓഫീസിലേക്ക് റിസൾട്ടിനായിട്ട് കുട്ടികൾ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കത് വേണ്ട രീതിയിൽ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒരു സ്കാൻ ചെയ്യാനുള്ളൊരു സംവിധാനം, റിസൾട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു QR കോഡ് ഈ പത്രക്കോപ്പിൻ്റെ അടിയിലുണ്ടാവും. എല്ലാ സ്കൂളിൻ്റെയും മെയിൻ ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇത് QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വാട്സപ്പിൽ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ റിസൾട്ടുകളെല്ലാം അപ്പം നമുക്ക് കിട്ടും. നമുക്കിവിടെ കലോത്സവം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കലാമേളയോടൊപ്പം തന്നെ അറബിക് മേളയും അതുപോലെ തന്നെ സംസ്കൃതോത്സവവും, ഇത് 3 മേളകളാണ് ഒരേ സമയത്ത് ഒരുമിച്ച് നടക്കുന്നത്. അപ്പോൾ അത് അറബിക് മേള വേറെയായിട്ടും സംസ്കൃതോത്സവം വേറെയായിട്ടും നടക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കലോത്സവം നടക്കുകയാണ്. 3-ാം തീയതി ആദ്യത്തെ ദിവസം നമുക്ക് ഓഫ് സ്റ്റേജ് ഇനങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങുന്ന 4-ാം തീയതിയാണ് നമ്മൾ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നാമമാത്രമായ ഒരു തുക നമുക്ക് ഈ മേള നടത്തിപ്പിനായിട്ട് തരും. ബാക്കിയൊക്കെ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. എന്തുതന്നെയായാലും പാലാവേൽ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് തന്നെ പാലാവേലുകാർ മേളയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ കാലാവസ്ഥ കൂടി അനുകൂലമായ രീതിയിൽ നമുക്ക് ഈ മേള നടത്തി തീർക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. എല്ലാ ഒരുക്കങ്ങളും വളരെ കൃത്യമായും ആത്മാർത്ഥതയോടെ നടത്തുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് പാലാവേലിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് എന്തൊരു കാര്യം നടത്തിയാലും അതിൽ 100% സഹകരണമുള്ള ഒരു
നാട്ടുകാരാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ്. അത് ഏത് കാര്യമാണെങ്കിലും തന്നെ അതവരുടെ സ്വന്തമായി ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു നല്ല ആത്മാർത്ഥമായ സഹകരണമുള്ള ഒരു പ്രദേശമായതുകൊണ്ടും ഇതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചോ മറ്റൊന്നും ഒരു ആശങ്കയോ ഒന്നുമില്ല. ആകെയുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മാറാത്ത മഴക്കാലമാണ്. എങ്കിലും ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടത് ഒരുക്കി തരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇതിൻ്റെ നടത്തിപ്പിനായി 16ഓളം കമ്മിറ്റികൾ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സജ്ജീകരിച്ചു. അവരെല്ലാം അവരുടെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്ത് വിലയിരുത്തുകയും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നു. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട AEOയെയും അതുപോലെ പ്രിൻസിപ്പൽ സാറിനെയും PTA കമ്മിറ്റി അംഗങ്ങളെയും ഹെഡ് മിസ്സസ് 2 പേരും LPയിലെയും ഹൈസ്കൂളിലെ ഹെഡ് മിസ്സസിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ അധ്യാപകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ഈ മേള വളരെയധികം വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വർഷത്തെ ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവത്തിന് 3-ാം തീയതി തുടങ്ങി തിരിതെളിയുകയാണ്. അതിന് മുന്നോടിയായിട്ട് വിവിധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഈ പലാവയൽ നാടിൻ്റെയും സമ്പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലാവയലിന് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന അവിസ്മരണീയമായ ഒരു കലോത്സവ ദിനങ്ങൾ നമുക്ക് സമ്മാനിക്കപ്പെടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സഹകരണം 25-26 അധ്യയന വർഷത്തെ ഉപജില്ലാ കലാമേള പാലാവയിൽ വെച്ച് 3 മുതൽ 6 വരെ തീയതികളിൽ നടത്തപ്പെടുകയാണ്. ഈ നാട്ടിലെ എല്ലാവരുടെയും നല്ല സഹകരണത്തോടുകൂടി അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും സഹകരണത്തോടെ ഏറ്റവും മികച്ച രീതിയിൽ ഈ 4 ദിവസങ്ങൾ നടക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും സഹകരണത്തിന് വിദേശയുടെ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്ന 2025 വർഷത്തെ കലോത്സവം അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.